വീണ്ടും വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര രണ്ടാം ദിവസവും മണിപ്പൂരിൽ പുരോഗമിക്കുകയാണ്. മണിപ്പൂരിൽ സമാധാനവും സഹോദര്യവും തിരിച്ചുകൊണ്ടുവരുമെന്ന് ജനങ്ങളോട് സംവദിച്ച രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. നാളെ നാഗാലാൻഡിലാണ് യാത്രയുടെ പര്യടനം. കലാപത്തിന്റെ മുറിവ് ഉണങ്ങാത്ത മണിപ്പൂരിനൊപ്പം ഉണ്ട് എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര പര്യടനം തുടരുന്നത്. നിരന്തരം സംഘർഷങ്ങളും ഏറ്റുമുട്ടലും നടന്ന കാങ്പോപ്പിലൂടെ യാത്ര കടന്നുപോയി. 6 കിലോമീറ്റർ കാൽനടയായും ബാക്കി ബസ്സിലുമായാണ് യാത്ര. യാത്ര സഞ്ചരിക്കുന്ന വഴിയിലെല്ലാം നൂറുകണക്കിന് ആളുകളാണ് രാഹുലിനെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയത്. യാത്രയ്ക്കിടെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ യാത്രയല്ല എന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന അജണ്ട. സംഘടനാ സംവിധാനം ചലിപ്പിച്ച് സ്വന്തം നിലയ്ക്ക് കരുത്താർജിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. ഓരോ സംസ്ഥാനത്തെയും ഇന്ത്യ മുന്നണി നേതാക്കളെ ഒപ്പം നിർത്താനും യാത്രയിലൂടെ കഴിയും. ഇതുവഴി മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. ഇന്നത്തെ യാത്രയുടെ പര്യടനം വൈകിട്ട് മാവോ ഗേറ്റിൽ സമാപിക്കും. നാഗാലാൻഡിലെ കുസുമ ഗ്രൗണ്ടിലാണ് രാത്രി ചെലവഴിക്കുക. നാളെ യാത്ര നാഗാലാൻഡിൽ പര്യടനം ആരംഭിക്കും. റിപ്പോർട്ടർ, ദില്ലി.